today's show, we are going to meet with Swami Udit Chaitanya ji, who's been a beacon of light in many of our lives. Welcome to the show. Namaskaram, Swami ji. Namaskaram, Pranam. We are indeed blessed to have you in our show. Yeah. And there are a few questions, lots of questions, but given the time limit, we're going to ask a few of them, and it's a blessing that we are here in front of you today. Thank you. First question, I know North America is not new to you, and neither is Canada. How has Canada in particular fared, in your opinion, about their openness to spirituality? ചോദ്യം അമേരിക്ക അതുപോലെ കാനഡയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഈ സ്പിരിച്വാലിറ്റിയോടുള്ള ഇൻക്ലിനേഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, ദ വേൾഡ് ഈസ് പ്രോഗ്രസ്സിങ് ആൻഡ് ഇൻ ഓൾ ആസ്പെക്ട്സ്. ദ മോർ ഇറ്റ് പ്രോഗ്രസ്, ദ മോർ ദ സ്ട്രെസ്, ടെൻഷൻ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് നെഗറ്റിവിറ്റി. നമുക്ക് കാണാൻ സാധിക്കും, പണ്ട് കാലത്ത് ഇത്രയധികം ഈ സ്ട്രെസ്സും ടെൻഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഈവൻ ചെറിയ കുട്ടികൾ പോലും സ്ട്രെസ്സ്, ടെൻഷൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പറയുമ്പം we are so afraid, and even the medical science has proved all the stress and tension, depression, all kind of frustration, it affects the life. And moreover, അവരുടെ എന്താ പറയുക, പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സം ചിൽഡ്രൻ ബിക്കം സോ ഡിപ്രസ്ഡ് ആൻഡ് മൂഡി, ദേ കനോട്ട് ഈവൻ ഓപ്പൺ അപ്പ് ദെയർ മൈൻഡ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സ്പിരിച്വാലിറ്റിയുടെ റോള് ഇത്തരം രാജ്യങ്ങളിൽ വളരെ കൂടുതലാണ്. കാരണം ഈ സ്പിരിച്വാലിറ്റി ഹെൽപ്പ് us to take out all kinds of stress and tension. It help us to relax or release our own all kind of mental suppressions. അങ്ങനെ നമുക്ക് മെഡിറ്റേഷനും യോഗയും ധ്യാനവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇത്തരം രാജ്യങ്ങളിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇൻഫാക്ട് ഈ രാജ്യങ്ങളിൽ അതൊക്കെ ഒരു മെഡിസിൻ പോലെയാണ്. I think is more needed in this country, and people are taking no doubt about it. In connection with that, these scriptures have been written by ancient rishis thousands of years ago. They have had this knowledge thousands of years ago. But some people currently, they think that these scriptures or messages from these scriptures are not very relevant to them in the current scenario, in the current circumstances. How can all of us so cumulatively benefit from the messages from these scriptures? Sure. See, why people are thinking these scriptures are not benefit to their life? Because the way they look into that. See, everything you need an interpretation, and that interpretation should go according to the present scenario of life. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നോ യൂസ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും റിലേഷൻഷിപ്പ്. പണ്ട് കാലത്ത് ഐ നെവർ സോ ദാറ്റ് മൈ ഫാദർ ഓർ മൈ ഗ്രാൻഡ് ഫാദർ ഓർ നോ, ദേ നെവർ കമ്മ്യൂണിക്കേറ്റ് ഐ ലവ് യു ഡാർലിംഗ് എന്ന്. ഇന്ന് പറയാറില്ല, അന്ന് ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ടുഡേസ് വേൾഡ് യു ഹാവ് ടു ടെൽ ദിസ് സ്പെസിഫിക്കലി ടു യുവർ ചിൽഡ്രൻ, ദെൻ ഓൺലി ദേ വിൽ അണ്ടർസ്റ്റാൻഡ്, ഓ മൈ ഡിയർ ഐ ലവ് യു എന്ന്. Because we need the language, through that we can communicate. So earlier time they don't need the language, and the language even if they use, that was different language. നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് അച്ഛൻ അമ്മയുടെ പേര് പോലും വിളിക്കാറുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഡാർലിംഗ് എന്നൊക്കെ വിളിച്ചില്ലെങ്കിലുണ്ടല്ലോ കുഴപ്പമാണ് വീട്ടിൽ, മനസ്സിലായില്ലേ? നോ, ഈവൻ ഭാര്യയുടെ ബർത്ത്ഡേക്കൊന്നും റോസ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു. അതുകൊണ്ട് നോ ബർത്ത്ഡേ പ്രസന്റ്, നോ, ഇതൊക്കെ എന്തോ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളാരെയും നിങ്ങളുടെ അമ്മമാരുടെയൊക്കെ ബർത്ത്ഡേ പോലും അറിഞ്ഞിട്ടുണ്ടോ? പിന്നെ ഉണ്ടെങ്കിൽ തന്നെ വല്ല പായസവും വെക്കുമായിരിക്കും വീട്ടിൽ. ദാറ്റ്സ് ആൾ. ഇന്ന് നമുക്കതല്ല, നമുക്ക് പാർട്ടീൻ്റെ ബർത്ത്ഡേ പാർട്ടി ഊതണം പോയിട്ട് കേക്ക്, ഇതൊക്കെ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് എവറി തിങ് നീഡ് ആൻ ഇൻ്റർപ്രിട്ടേഷൻ. You have to go with the society, you have to interpret in the way they understand. So as far as I am concerned, I am so happy that fortunately God has blessed me to think in that way, so introspect in that way. So we are able to communicate the society into the life of the people, how to bring the scriptures into the day-to-day aspects of their life. അതുകൊണ്ട് നല്ലൊരു ആക്സെപ്റ്റൻസ് ഉണ്ട് അതിന്. 5000 വർഷങ്ങൾക്കുമുള്ള ഗീത ഇന്നും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? ഹൗ യു ഇന്റർപ്രറ്റ് ദാറ്റ് മേക്സ് ഓൾ ദി ഡിഫറൻസ്. അതെ, കവിത ചോദിച്ച ക്വസ്റ്റിന് ഒരു കണക്ഷൻ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് സ്വാമിയോട്. ഇപ്പം നമ്മുടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേദത്തിലെ മന്ത്രമാണല്ലോ സർവേ ഭവ സുഖിനഃ എന്ന് പറയുന്നത്. അത് നമ്മുടെ ജനങ്ങൾക്ക് ഇപ്പോഴും എത്രത്തോളം അവർ ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ള ഒരു ചോദ്യം. തീർച്ചയായിട്ടും ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. സി, നമ്മൾ സർവേ ഭവന്തു സുഖിന എന്ന് വെറുതെ നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല.
We have to act. This is like I love you എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. I have to express my love and I have to care someone. I have to feel that. I have to do something. So നമ്മുടെ ഋഷിവര്യന്മാർ പറയും, so the mantra and the action should go together. അപ്പോൾ നമ്മൾ സർവേ ഭവന്തു സുഖിന എന്ന് പറയുന്ന സമയത്ത് how I am going to implement that. At least one level, if I help someone, then you are helping at least one person in this world. Absolutely. Undo? Right. And suppose you are connecting to 10 people. That means at least 10 people you can say Sarve Bhavantu Sukhina. In your definition, you have expanded to 10 people. Similarly, if every individual expand to others, I can tell you this mantra will have some meaning. Everyone is responsible and everyone has to take the responsibility, and they have to ask one question: how I am going to help others? By words, by thought, and at least by some arms, something. You do something to the society, you can change the world. Absolutely. And talking about the benefit, keeping in mind the benefit of neighbors, the whole world, lots of our leaders or even the common man, there's so much of conflict because of religion. And in some way along the line, we are losing the essence of spirituality. Religion in some ways is related to spirituality and vice versa. I mean, being an exponent in interpreting these messages, could you please help our viewers distinguish and understand religion and spirituality and how they are linked or interlinked? See, religion means what? Every religion should understand the religion has got two faces, like two faces of one coin. One part is a ritualistic part, and other part is the philosophical part. Like in the science class, we used to say the theory and the practice. But unfortunately, the theory part is completely ignored. People are giving more importance to the religious rules and regulations. You should do that, you should not do that. In every religion is giving fear to the people. Don't do that, don't do this. Even if you don't do this, the God will punish you. And that is the wrong side of the religion. What I feel, if you understand the essence of religion, then one thing you can sure, all the religion is talking about the goodness of the mind. Be good. You look at the Hindu religion, it is talking about Loka Samasta Sukhino Bhavantu. When you look into the Bible, you can see, love thy neighbor. You love. Never told hate the neighbor. And Islam, the word itself, the meaning is, Islam means peace. It never told violence. Now you can look at the Islam, the present condition. Some of the people are doing the violence in the name of religion. And if you look into the Christian world, you can see the Christian world, they are also hating the people. They are the people producing the weapon for destroying the other people, isn't it? And even in our Hindu religion, though it is said the God is within ourselves, we lost somewhere that we are making the God somewhere outside. So I think we lost the essence. In our schools and curriculum, if you can bring the essence of religion, at least the next generation will understand the religion has got some spiritual or philosophical meaning. So when they understand the philosophical meaning, they won't give much importance to the ritual part. They give more importance to the understanding level. It is like in our house, you can see, the love is the main aspects of the family, isn't it? When the parents are giving more importance to rules of do's and don'ts, if they totally ignore the love, then finally what happens? There won't be any connection. The children will move away from the family. But if their rules and regulations, do's and don'ts, based upon the love, pure love, they will follow all the rules and regulations. At the same time, they will have a love binding. Will you agree that? Now every house, it is there. The husband and wife relationship, we can see there must be some kind of rules and regulations. The wife has to come, the wife has to do this, the husband has to do this kind of work, isn't it? But if it is based upon true love, there won't be any kind of difference of opinion. But if the love is lacking and all the rules and regulations are very important, very strong, there must be a rift, there must be a difference of opinion. The religion is so facing the same problem. There is no true love, and all are focusing on the rules and the do's and don'ts. That is why it is creating so much trouble to this world. റിലീജിയൻ എന്ന് പറയുമ്പോൾ സ്വാമി ഇത്രയും പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് ആത്മീയതയിലേക്ക് പോകുവാൻ എന്താണ് ഇത്ര തടസ്സം സ്വാമി?
ഫസ്റ്റ് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ആത്മീയത എന്ന് പറഞ്ഞാൽ ഡിസ്കവർ യുവർ സ്ട്രെങ്ത്, ഡിസ്കവർ യുവർ പൊട്ടൻഷ്യൽസ്. നമ്മുടെ കഴിവുകളെ സ്വയം ഡിസ്കവർ ചെയ്യുക. ഞാനത് പറയുമ്പോഴല്ലോ, ദിസ് ഇസ് നോട്ട് ദാറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്. കഴിവ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതല്ല കഴിവ്. ട്രൂ ആയിട്ടുള്ളൊരു കഴിവുണ്ടാവും. അതായത് എൻ്റെ ഹോൾ പേഴ്സണാലിറ്റി കംപ്ലീറ്റ്ലി എനിക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നൊരു കഴിവുണ്ടായിരിക്കും. സപ്പോസ് സംബഡി ഈസ് എ സിംഗർ. If their mind, soul, their whole body vibrate in the songs, that means they are able to completely sink into that. They are so passionate into that. Then you can say that is a true skill of the person. Instead of that, suppose the parents are imposing this kind of the skill in the heart of the child. പിന്നെ പാട്ട് പഠിപ്പിച്ചേ അടങ്ങുള്ളൂ എൻ്റെ വീട്ടുകാർക്ക്. ഞാൻ എത്ര തലകുത്തി പറഞ്ഞാലും പാട്ടുകാരനാവില്ല. ഇനി പാട്ട് പാടിയാൽ തന്നെ ഞാൻ എക്സോസ്റ്റഡ് ആവും, ഞാൻ വേർത്ത് കുളിക്കും. കാരണം ദാറ്റ് ഈസ് നോട്ട് മൈ ട്രൂ പ്രൊഫഷൻ, ദാറ്റ് ഈസ് നോട്ട് മൈ ട്രൂ സ്കിൽ. സോ സ്പിരിച്വാലിറ്റി ഹെൽപ്പ് us to discover true skill. So once you are able to connect with your true skill, you will never feel boredom. ജീവിതത്തിൽ ബോറിംഗ് എന്ന് പറയുന്നുണ്ടാവില്ല. Because you are so passionate, you love yourself, because you discover, this is just like discovering the treasure within. And discovering that treasure and discovering the strength and helping others to discover, that is a true spirituality. സ്വാമി പറഞ്ഞു വരുന്നത് ശരിക്കും പറഞ്ഞാൽ അവരവരുടെ പാഷനിൽ തന്നെ ആ ഒരു മെഡിറ്റേറ്റിംഗ് ലെവലിലോട്ട് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ അതാണ് you will explore. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു റിയൽ സെലിബ്രേഷൻ ആണ്. Because you are totally into that. Really you are celebrating within yourself. Instead of that, ഞാനൊരു ഇമ്പോസ്ഡ് ആയിട്ടുള്ള സ്കില്ലിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ന് നമുക്ക് കാണാം പലരും പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആണ്, പക്ഷെ ദേ ആർ നോട്ട് എൻജോയിങ് ദാറ്റ്. ബിക്കോസ് അത് അവരുടെ അടിച്ചേൽപ്പിച്ചാണ്. ഇപ്പം ഏതൊരു വ്യക്തിക്കും കോളേജിൽ പോയി തലകുത്തി മറിഞ്ഞ് പഠിച്ച് ജയിച്ചിട്ട് വരാൻ പറ്റും, പക്ഷേ അവർക്കതിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ സ്കിൽ ശരിക്കും ഉണ്ടാവണം. അത് നമുക്ക് ഡിസ്കവർ ചെയ്യണം. അതൊരു റിയലി ഞാൻ പറയുന്നുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ് ആണ്. കാരണം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയണം. പ്രൊഫഷണലി ഞാനൊരു ലോയറാണ്, ഐ ആം നോട്ട് എ സ്പിരിച്വൽ പേഴ്സൺ എന്നോ. പക്ഷെ എൻ്റെ ഉള്ളിലുള്ള പാഷൻ ഇതായിരുന്നു. അതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. somehow my mind is forcing me to do that. Then I learned all the scriptures and all. When I came to this field, now I am really enjoying my life, because even I don't get anything. So when I talk to you now, I am enjoying, really celebrating. Because when I express my view, when I express my ideas, that is a great blessing for me. So I am enjoying myself. So when everyone enjoying within, helping others, I think that is the true spirituality. So the role of the spirituality is discover your own potential, your own skill, and also your own strength. You should not get tired. Express it. Beautiful. And in fact, I was going through Swami's biography. He's a graduate of law, and then he moved on and did his post-graduation in Vedanta. And he has dedicated his life to pass on these divine messages to many of us and transform our lives. Talking about on the same line, that a lot of people don't do what they really want to do. Now, there's a lot of disharmony between a lot of talk about the mind, the emotion, the mental state, and the harmony and the disharmony. Now, there should be a lot of messages in the scriptures and, through meditation to yoga. How does one reach out to this and, bring it into their lives to enrich their lives and feel more at peace and take themselves one step forward at a time? See, the question is, to answer this question is a little difficult. കാരണം ഇന്ന് എന്താണെന്ന് വെച്ചാൽ എല്ലാം മെക്കാനിക്കലാണ്. ഈവൻ ഗോയിങ് ഫോർ യോഗ, പീപ്പിൾ ആർ ഡൂയിങ് എക്സസൈസ് ബിക്കോസ് എ ടീച്ചർ ഈസ് ഗിവിങ് ഇൻസ്ട്രക്ഷൻ. Even in the music class you can feel, even people go for the meditation because somebody is guiding. You need a true love. When you love something, naturally it will come. When something comes naturally, then you will discover your weakness. So I request you people, my dear people, learn the power of observation. You look yourself. When you discover something, your own weakness, now you develop certain way. You go for the yoga. Your going for the yoga is not to just follow the instruction of a teacher. Your purpose of going for yoga and meditation
you should understand this is for overcoming my own weakness. At the same time, I should hold on, I should stand on my own strength. When you discover these kind of things, I will tell you, the going for the yoga and meditation is a purposeful. Otherwise, even if you practice for 101 years, you will be just acting like a parrot. Like we teach the parrot how to talk. No? It will talk, but nothing will relate to a life. That is why നമുക്ക് കാണാൻ പറ്റും കുറേ കാലം യോഗ ഞാൻ നിർത്തി, എനിക്കിപ്പോൾ ഹെഡേക്ക് വരണമെന്ന്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ദെയർ യോഗ. അവരാർക്കോ വേണ്ടിയിട്ട് ക്ലാസ്സിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കണു, നൗ റൈസ് യുവർ ഹാൻഡ്, ബെൻഡ് യുവർ സെൽഫ്. ഇതൊരു മെക്കാനിക്കലി ചെയ്യലാണത്. ആ ലവ് വരുന്ന സമയത്ത് യു ഡോണ്ട് ഫീൽ ഇറ്റ് ഇസ് എ മെക്കാനിക്കൽ. യു വിൽ പുട്ട് യുവർ സെൽഫ് ഇൻ ടു ദാറ്റ്. അതായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും, വൈ യു ആർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ്, ഐ ഷുഡ് ബി വെരി ക്ലിയർ ടു ഓവർകം മൈ ഓൺ വീക്ക്നെസ് ആൻഡ് ടു ഡെവലപ്പ് മൈ ഓൺ സ്ട്രെങ്ത്. ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ യോഗ ചെയ്യുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജി. ഞാനിത് പറയാൻ കാരണം ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു ശ്ലോകമുണ്ട്. അദ്ദേഹം പറയും, കുരുതേ ഗംഗാ സാഗര ഗമനം വ്രതപരിപാലന മതവാദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജതി. അദ്ദേഹം പറയാണ്, നമ്മൾ മെക്കാനിക്കലി എല്ലാ വർഷവും ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്, എല്ലാ വർഷവും ഗംഗയിൽ പോകുന്നുണ്ട്, പക്ഷേ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നില്ല എങ്കിൽ വാട്ട് ഫോർ? നമ്മളെന്നും അമ്പലത്തിൽ പോകുന്നുണ്ട്, പക്ഷെ ആർ വി റിയലി ട്രൂ ഡിവോട്ടി ആണോ? അതെങ്ങനെ അറിയാൻ പറ്റും? ഇഫ് യു ആം നോട്ട് ഗ്രോയിങ് ദെൻ ഇറ്റ് ഈസ് എ യൂസ്ലെസ്. അതാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്തിരി പറയാൻ പ്രയാസമാണ്. കാരണം കൂടുതൽ ആളുകൾ മെക്കാനിക്കലാണ്, കുറച്ച് ആളുകൾ മാത്രമേ പാഷനേറ്റ് ആവുള്ളൂ. ഇപ്പം ഒരു മ്യൂസിക് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കും. വരുന്ന കുട്ടികളിൽ കുറച്ചൊരു ശതമാനമായിരിക്കും റിയലി അതിനോട് പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികൾ. ബാക്കിയെല്ലാം പാരൻസ് പറയുന്നതനുസരിച്ച് സാരി സാരി സാരി. അവർ 5 കൊല്ലം കഴിഞ്ഞാൽ അവരുടെ മ്യൂസിക്കും കഴിഞ്ഞു. ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് പ്രോഗ്രാമായിട്ട് അത് കഴിഞ്ഞു. അത് ഒരു അരങ്ങേറ്റം കൊണ്ട് അവരുടെ അത് കഴിഞ്ഞു. ബിക്കോസ് ദ പാരൻസ് വാണ്ട് ടു സേ മൈ ചൈൽഡ് ആൾസോ നോ മ്യൂസിക് എന്നുള്ളത്. ആ പ്രൗഡിലോ അത് കഴിഞ്ഞു. അതാവരുത്. നമ്മൾ യോഗ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം, കുറേ ആളുകൾ ആർട്ട് ഓഫ് ലിവിങ് ക്ലാസ്സിനൊക്കെ പോകുന്നത് കാണാം. ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് ആർട്ട് ഓഫ് ലിവിങ് കഴിഞ്ഞു. കാരണം ഇപ്പോൾ അവർ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് പാഷനേറ്റ് ഇനഫ് ടു ഡു ദാറ്റ്. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഗോയിങ് ഐ ആം ആൾസോ ഗോയിങ് ദർ. അതാവരുത്. അങ്ങനെ ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമുക്ക് നമ്മുടെ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യണം. നമുക്ക് വീക്ക്നെസ് ഉണ്ട്, അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് കരുതുന്നിടത്താണ് പ്രശ്നങ്ങൾ. ആ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാനായിരിക്കണം ഇത് ചെയ്യുന്നത്. റിയൽ സ്ട്രെങ്തിനെ അതിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ദിസ് ഇസ് നോട്ട് എക്സസൈസ്, ദിസ് ഇസ് എ വേ ടു ഡിസ്കവർ യുവർ ഓൺ സ്ട്രെങ്ത്. സ്വാമി, എനിക്ക് പേഴ്സണലായിട്ട് സ്വാമിയെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എൻ്റെ മനസ്സിനുള്ളിലുള്ള ക്വസ്റ്റ്യൻ, ഈ കർമ്മഫലം എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടും എന്ന് പറയുന്നത് സത്യമാണോ? തീർച്ചയായിട്ടും. അത് അടുത്ത ജന്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയരുത് അത് മരിച്ചതിന് ശേഷം കിട്ടുന്നതാണെന്ന്. അടുത്ത നിമിഷം എന്നാക്കണം. അതായത് ഏത് കാര്യത്തിനും നമുക്ക് ഒരു ആക്ഷനും അതിന് റിസൾട്ടും ഉണ്ട്. കാരണം ആക്ഷൻ എന്ന് പറയുന്നത് തന്നെ റിസൾട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുകൊണ്ട് കർമ്മം എന്ന് പറയുന്നതിന് ആ വാക്കിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് കർമ്മചക്രം എന്നാണ്. അതായത് കർമ്മചക്രം എന്ന് പറഞ്ഞാൽ എവിടുന്ന് കർമ്മം തുടങ്ങണോ അവിടെ ആ കർമ്മം വന്ന് അവസാനിക്കും. അപ്പം ആ അവസാനിക്കുന്നത് അതിൻ്റെ റിയാക്ഷനോട് കൂടിയിട്ടാണ്. ഇപ്പം സാധാരണ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അപ്പം തന്നെ കിട്ടില്ലേ? അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും. അത് തന്നെയല്ലേ എൻ്റെ കർമ്മഫലം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെ ജീവിതത്തിലും ഈ കർമ്മഫലമുണ്ട്. അത് 2 രൂപത്തിലായിരിക്കും വരിക. ഒന്നത് പോസിറ്റീവായിട്ട് വരും, അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് വരും. നമ്മൾ പോസിറ്റീവായിട്ട് വരുമ്പോണ്ടല്ലോ ഞാൻ പെർഫോം ചെയ്തു, ഞാൻ ചെയ്തു എന്നുള്ള ഈഗോ നമ്മളിൽ വരും. നേരെ മറിച്ച് ഓപ്പോസിറ്റാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും കുറ്റം പറയും. സപ്പോസ് ഞാനൊരു പെർഫോമർ ആണെങ്കിൽ പറയും മൈക്ക് നന്നായിരുന്നില്ല, സ്റ്റേജ് നന്നായിരുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ ആർട്ടിസ്റ്റുകൾ നന്നായില്ല. എൻ്റെ കുഴപ്പം കൊണ്ടല്ലത്. ഈവൻ ഫാമിലി ലൈഫിൽ തന്നെ എന്തെങ്കിലും തരത്തിൽ ഫാമിലി ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു പൊട്ട ഭാര്യയെ കിട്ടി എന്ന് പറയും. ആണോ? ഞാൻ നല്ലോണം പ്രോഗ്രസ് ആവണമെങ്കിൽ എൻ്റെ ഒരുപക്ഷെ ഭാര്യയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ പറയും ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർന്നു വന്നതാണ്. അതിൽ ഭാര്യയ്ക്കൊരു ക്രെഡിറ്റും ഉണ്ടാവില്ല. അപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് സക്സസ് മീൻസ് മീ, ഫെയിലിയർ മീൻസ് സമ്മൺ. അതാണ് നമ്മളൊക്കെ കർമ്മഫലത്തിൻ്റെ ആറ്റിറ്റ്യൂഡെങ്കിൽ അത് നമ്മൾ ആദ്യം മാറ്റണം. നമ്മൾ നേരെ വിപരീതം എടുക്കണം. സക്സസ് മീൻസ് ബിക്കോസ് ഓഫ് യു, നിങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. ഫെയിലിയർ മീൻസ് എപ്പോഴൊക്കെ ഫെയിലിയർ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ പറയണം യെസ് ഐ ഷുഡ് ലുക്ക് ഇൻ ടു ദ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. ആ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, ദിസ് ഇസ് എ വാർണിംഗ് ദാറ്റ് യു ആർ നോട്ട് അപ് ടു ദ മാർക്ക്, അപ് ടു ദ ഗ്രേഡ്. സോ ബി കെയർഫുൾ. നൗ നെക്സ്റ്റ് പെർഫോമൻസ് ഷുഡ് ബി ദ ബെസ്റ്റ്.
അപ്പോൾ എപ്പോഴും നമ്മൾ കർമ്മഫലത്തെ കാണേണ്ടത്, കർമ്മഫലം ഷുഡ് ബി നമ്മളെ സംബന്ധിച്ചൊരു സ്കാനിങ് റിപ്പോർട്ട് പോലെ ഇരിക്കണം. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സ്കാനിങ് റിപ്പോർട്ട് പോലെ ഇരിക്കും. ഇപ്പോൾ നമുക്ക് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓക്കെയാണ്, നമ്മുടെ എൻവയറമെൻറ്റ് ഓക്കെയാണ്. ഇതുപോലെ നമുക്ക് പോസിറ്റീവ് റിസൾട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയണം എല്ലാവരുടെയും ഹെൽപ്പാണ്. നെഗറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ നമ്മൾ പറയണം നമ്മൾ ഇങ്ങനെ പോയാൽ ഇറ്റ്സ് എ ട്രാജഡി. ഐ ഹാവ് ടു ഇംപ്രൂവ് മൈ സെൽഫ്, ഐ ഹാവ് ടു അപ്ലിഫ്റ്റ് മൈ സെൽഫ്, ഐ ഹാവ് ടു അപ്ഗ്രേഡ് മൈ സെൽഫ്. എൻ്റെ ക്വാളിറ്റി ഞാൻ മാറ്റിയേ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? ആ രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ കർമ്മഫലം ഇറ്റ് സെൽഫ് വിൽ ബിക്കം എ ലാൻഡ്മാർക്ക് ഫോർ അവർ ഓൺ പ്രോഗ്രസ്. അതും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരിക്കും നമ്മുടെ പ്രോഗ്രസ്സിന്. അതിനെ നമ്മളൊരു നെഗറ്റീവായി കാണുന്നതിന് പകരം അതിനെയും പോസിറ്റീവായിട്ട് കാണാൻ നമുക്ക് പറ്റണം. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. Bhagavatam village is located in Chalakudi, which is in Thrissur district. It is on the way to the Athirapalli waterfalls. And the result of the Bhagavatam village is a result of Swamiji's dedication and his role in improving the lives of a lot of people. Swamiji, could you please explain to your viewers what the mission of Bhagavatam village is, the amenities, and how they could reach out to the village? ബേസിക്കലി നമ്മുടെ ഇന്ന് കൺട്രിയിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ബിക്കോസ് ഓഫ് ദ ലൈഫ് സ്റ്റൈൽ വി സ്പോയിൽഡ് സോ മെനി തിങ്സ്. ഫസ്റ്റ്, നമ്മൾ കഴിക്കുന്ന ആഹാരം ഇറ്റ്സ് ഓൾറെഡി സ്പോയിൽഡ്, മീൻസ് നമ്മൾ കെമിക്കലാണ് കഴിക്കുന്നത്. രണ്ടാമത്, നമുക്ക് നല്ല പണ്ട് കാലത്ത് പശുക്കളുണ്ടായിരുന്നു വീടുകളിലൊക്കെ, അതും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഉള്ളത്, പ്രായമുള്ള ആളുകൾ ഐസൊലേറ്റഡായി, കാരണം മക്കളൊക്കെ മറ്റു രാജ്യങ്ങളിൽ. യങ് ജനറേഷൻ ആണെങ്കിൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചൊന്നും അറിയില്ല. ദേ ആർ ടോട്ടലി ലോസ്റ്റ്, മീൻസ് അവരുടെ കമ്പനിയൊക്കെ ചിലപ്പം റോങ് കമ്പനിയായി മാറണം. ആൻഡ് മോർ ഓവർ അവർ വെറും പ്രൊഫഷണൽ ഓറിയൻറ്റഡ് ആണ്. ഈവൻ ഫാമിലി ലൈഫ് പോലും സക്സസ്ഫുൾ അല്ല. ഡിവേഴ്സ് കൂടിക്കൂടി വരുന്നു. ഇങ്ങനെ നോക്കുമ്പം ടോട്ടൽ ഒരു ക്യാവോസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ഐ ക്യാൻ ഡു? ഐ മെ നോട്ട് ഏബിൾ ടു ഇംപ്രൂവ് എവറി വൺ, അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ പുട്ട് എ സ്മോൾ ടീസ്പൂൺ ഇൻ ടു ദാറ്റ്. ആ കാര്യം ചിന്തിച്ചിട്ട് വന്ന ഒരു പ്രൊഡക്റ്റാണ് ഭാഗവതം വില്ലേജ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി സെർട്ടൺ തിങ് ഐ ഹാവ് അഡോപ്റ്റഡ്. ഫസ്റ്റ്, ഓർഗാനിക് ഫാമിംഗ്. അവിടെ ഉള്ളവർക്ക് പോയിസൺ ഇല്ലാത്ത സാധനം കഴിക്കാനുള്ള സംവിധാനം, പ്യുവർ ഓർഗാനിക് ഫാമിംഗ്. സെക്കൻഡ് തിങ്, ലോക്കൽ ബ്രീഡർ കൗസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മറ്റുള്ള പശുക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പോൾ അത് ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ, എൻവയറമെൻറ്റ്, സോ പ്യുവർ ആൻഡ് പെർഫെക്റ്റ് ക്ലീൻ എൻവയറമെൻറ്റ്. മൂന്നാമത്തെ, പ്രായമുള്ളവർക്ക് ഒന്നിച്ച് താമസിച്ച് ദേ ക്യാൻ ഷെയർ ദ ഇമോഷൻസ്. നാലാമത്തത്, ചെറിയ കുട്ടികളെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ക്യാമ്പുകൾ, യൂത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ്. ഇങ്ങനെ ഒരു ഭാഗം പ്രോഗ്രാംസും വേറൊരു ഭാഗത്ത് ചാരിറ്റി ആക്ടിവിറ്റി. കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ പെൺകുട്ടികളെ നമ്മൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പോൾ 45 ഗേൾസ് വി ഹാവ് ഡൺ സോ ഫാർ. പിന്നെ എവറി ഇയർ വി യൂസ് ടു ഹെൽപ്പ് 50 ക്യാൻസർ എഫക്റ്റഡ് ചിൽഡ്രൻ. പിന്നെ കാറ്ററാക്ട് ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഐ ഹാവ് അഡോപ്റ്റഡ് എ ഗവൺമെൻറ് സ്കൂൾ, അവിടുത്തെ യൂണിഫോം, ബുക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. സോ ഇൻ മൈ വേ വാട്ട് എവർ ഐ ക്യാൻ വിത്ത് മൈ പീപ്പിൾ. So that's all happening through the Bhagavatam village. So Bhagavatam village is a social place and cultural place, spiritual place, and moreover it is a pure environmental place. അങ്ങനെയൊക്കെ ഒരു വിഷൻ വെച്ചിട്ടാണ് ഭാഗവതം വില്ലേജ് ഉണ്ടായിരിക്കുന്നത്. So you've actually brought into effect the, I might pronounce it wrongly, but the Pancha Yajnas that Lord Krishna had preached to us. പഞ്ചയജ്ഞം എന്നതുകൊണ്ട് ഞാൻ ഭാഗവതം വില്ലേജിനെ വിളിക്കുന്ന പഞ്ചയജ്ഞം, യജ്ഞഭൂമി എന്നാണ്. അതിൽ പ്രധാനമായിട്ട് ഭൂസേവ, അതാണ് ഞാൻ പറഞ്ഞ ഓർഗാനിക് ഫാമിംഗ്. രണ്ടാമത്തെ ഗോസേവ എന്ന് പറയും, ലോക്കൽ ബ്രീഡർ കൗസിനെ പ്രൊട്ടക്ട് ചെയ്യുക. മൂന്നാമത് മാതൃപിതൃസേവ, എൽഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. ദീനസേവ, ആസ് എ ടോൾഡ്, ചാരിറ്റി ആക്ടിവിറ്റീസ്. അഞ്ചാമത്തെ ജ്ഞാനസേവ, ഷെയറിംഗ് ദ നോളജ് ഫ്രം ചൈൽഡ് ടു എ എൽഡർലി പേഴ്സൺ. സോ ഇങ്ങനെ 5 കാര്യങ്ങളെ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വില്ലേജാണ് ഭാഗവതം വില്ലേജ്. ആൻഡ് ദ കൺസെപ്റ്റ് കെയിം ഫ്രം ഭാഗവതം. ദാറ്റ് ഈസ് വൈ ഐ ഗേവ് ദ നെയിം ഭാഗവതം വില്ലേജ്. And Swamiji's Bhagavatam village has a website, bhagavatamvillage.com, that has beautiful pictures, more information, more text on Swamiji's interpretation and about the village itself. സ്വാമിയോടൊരു ഒരു കുസൃതി ചോദ്യം. എനിക്കറിയാനുള്ളൊരു പ്രത്യേകതയാണത്.
ഞാൻ സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്, പാടുന്ന ഒരാളാണ്. പക്ഷെ കുറേ നേരം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം വോയിസ് ഇടറി, വോയിസ് അടയാറുണ്ട്. സ്വാമി എങ്ങനെയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നത്? ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഒരു പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് ദർ ഈസ് എ ഫിയർ ഇൻസൈഡ്. കാരണം ടൈം ഈസ് എ ഫാക്ടർ, ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ദർ ആർ സോ മെനി സ്കോളേഴ്സ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അവർ ബോധം ഉണ്ടായിരിക്കും. സോ യു ആർ always conscious about the meter, the raga, the talam, and the what you call udattam, anudattam and all. എപ്പോഴും ആ കോൺഷ്യസ്നെസ് ഉണ്ടാവും അതിനെക്കുറിച്ച്. വെൻ യു കോൺഷ്യസ് അബൌട്ട് യുവർ ഓൺ all kinds of technicalities, there is a fear. When there is a fear, your whole system get congested. That is why the sound goes. For me, there is no ragam and talam. I am just talking the way I want. ഇപ്പൊ കുസൃതി ചോദ്യത്തിൽ നിന്ന് വീണ്ടും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം. ഈ ആത്മാവ് ശരീരത്തെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഒരു? ഈ ആത്മാവ് എന്നൊരു സാധനത്തെക്കുറിച്ച് നമ്മളേറെ കൺഫ്യൂഷനാണ്. ആത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനം, ഒരു എനർജി എന്ന് പറയുന്നത്, നമ്മളതിൻ്റെ ലെവലിലേക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഈസ് സംതിങ് കോൺഷ്യസ്നെസ്? കാരണം ഒരു കോൺഷ്യസ്നെസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? സോ സംതിങ് റിലേറ്റഡ് ടു ദ കോൺഷ്യസ്നെസ്, ആത്മാവ്. നോ, വാട്ട് ഈസ് ദാറ്റ് സംതിങ് റിലേറ്റഡ് ടു ദ കോൺഷ്യസ്നെസ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഓൺ തോട്ട്സ്. അപ്പം നമ്മൾ ആത്മാവ് എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ തോട്ട്സുകളാണ് ആത്മാവ്. ഇനി തോട്ട്സുകളാണെങ്കിലോ വെറൈറ്റീസ് ഓഫ് തോട്ട്സ് നമ്മളിലുണ്ട്. ലോ ലെവൽ തോട്ട്സ് ഉണ്ട്, ഹയർ ലെവൽ തോട്ട്സ് ഉണ്ട്, സൂപ്പർ ലെവൽ തോട്ട്സ് ഉണ്ട്. നമുക്കറിയാം, ഒരു ചെറിയ കുട്ടിയിൽ പോലും ഏറ്റവും മോശപ്പെട്ട സാധനം അത് എടുക്കുന്ന ഒരു മൈൻഡ് അതിനുണ്ട്. നല്ലത് തിരഞ്ഞെടുക്കുന്ന മൈൻഡുണ്ട്. കുറേയും കൂടി വലുതായി കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും തെറ്റ് ചെയ്യാത്ത മൈൻഡുണ്ട്. ഡ്രിങ്ക്സ് കഴിക്കാം, പക്ഷേ എനിക്കത് വേണ്ട എന്ന് ചിന്തിക്കാൻ കഴിയുന്ന മൈൻഡുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ തെറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും അത് വേണ്ട എന്ന് വെക്കാൻ കഴിയുന്ന ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ദ മൈൻഡ് ഓൾവേസ് ചൂസ്. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നോ ആ എൻവയൺമെൻറ്റ് തിരഞ്ഞെടുക്കുന്നതും മൈൻഡാണ്. ഇപ്പോൾ നമ്മൾ ഏത് ആളുകളോട് അസോസിയേറ്റ് ചെയ്യണം തിരഞ്ഞെടുക്കണം നമ്മുടെ മൈൻഡാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ബോഡി തിരഞ്ഞെടുക്കുന്നത് മൈൻഡ് തന്നെയായിരിക്കണം. തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല അതിന്. കാരണം എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അതൊരു കോൺഷ്യസ് എനർജി ആയിരിക്കണം. ആ കോൺഷ്യസ് എനർജി ഒരു തോട്ടായിരിക്കണം. അപ്പോൾ ആ തോട്ടാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എങ്ങനെയുള്ള, ഈവൻ നമ്മുടെ ശരീരം പോലും തിരഞ്ഞെടുക്കുന്നത് മൈൻഡാണെന്നുള്ളൊരു തെളിവാണ്. സപ്പോസ് ഐ വാണ്ട് ടു ബിക്കം സ്ലിം, ഹൂ ഈസ് ഡിസൈഡിങ് ദാറ്റ്? ഇറ്റ് ഈസ് ദ മൈൻഡ് ഈസ് ഡിസൈഡിങ്. സോ ഐ ക്യാൻ ചേഞ്ച് മൈ ബോഡി ഇൻ ടു സ്ലിം. ഇല്ലേ? എനിക്ക് യോഗ ചെയ്യാം, എനിക്ക് ഡാൻസ് പഠിക്കണം, ആരാ തിരഞ്ഞെടുക്കുന്നത്? സോ ഒരു ഡാൻസറുടെ ബോഡി തിരഞ്ഞെടുക്കുന്നത് മൈൻഡാണോ? എനിക്കൊരു ഡ്രങ്കാർഡാവണം, ഹൂ ഈസ് സെലക്ടിങ് ദാറ്റ്? ഹൂ ഈസ് ചൂസിങ് ദാറ്റ്? ഇങ്ങനെ ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ, അവരെ ആ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ബോഡിയാക്കി മാറ്റുന്ന ആരാണ്? ഇസ് ഇറ്റ് സമൺ ദ ഗാഡ് ഓർ ദെയർ ഓൺ മൈൻഡ്? സോ എല്ലാം തിരഞ്ഞെടുക്കുന്നത് അവരവരുടെ മൈൻഡാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞത്, മനയേവ കാരണം മനുഷ്യാണാം, മനസ്സ് തന്നെയാണ് എല്ലാറ്റിനും കാരണം. ആസ് ദ മൈൻഡ് സോ യുവർ ബോഡി, ആസ് ദ മൈൻഡ് സോ യുവർ ലൈഫ്. So make your mind so positive and strong. Then you will have a positive body and positive environment. So is there no direct connection between something called fate? A lot of people say, tale, fate. Yeah, see, what do you mean by fate? നമ്മുടെ പോസിറ്റീവ് മൈൻഡ് വരുമ്പം ഒരു പോസിറ്റീവ് എൻവയറമെൻറ്റ് വരും. ആ പോസിറ്റീവ് എൻവയറമെൻറ്റാണ് നമ്മൾ ഫെയ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മനസ്സ് മുഴുവൻ നെഗറ്റീവ് ആക്കിയാൽ എനിക്ക് കിട്ടുന്നത് നെഗറ്റീവ് എൻവയറമെൻ്റ് ആണ്. അപ്പോൾ പിന്നെ ഞാൻ പറയാണ് ദിസ് ഇസ് മൈ ഫെയ്റ്റ് എന്ന്. ആക്ച്വലി ഫെയ്റ്റ് ഈസ് നോട്ട് സംതിങ് ക്രിയേറ്റഡ് ബൈ ഗാഡ്, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ അവർ സെൽഫ്. ഞാൻ ചൂസ് ചെയ്യണം. അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ചൂസിങ്ങിനെ കാണുന്നില്ല, മനസ്സിലായില്ലേ? എവിടെയെങ്കിലും ഞാനൊന്ന് വഴിതെറ്റിപ്പോകുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പെൺകുട്ടി, പെൺകുട്ടി, ആ കുട്ടിക്ക് ഇത്തിരി ഒരു ഫ്ലേട്ടിങ് മൈൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ആൺകുട്ടികൾ അവളെ വീഴ്ത്തിയിരിക്കും.
ഉണ്ടായിരിക്കുമോ? ആ ഒരു കുട്ടി ഒരു ആൺകുട്ടിയുടെ കയ്യിൽ പെട്ടിട്ട് അവളെ വല്ലവരും കൊണ്ടുപോയി കുറെ കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോ ദാറ്റ് ഈസ് ദ ഫേറ്റ് ഓഫ് മൈ ചൈൽഡ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഹൂ ഡിസൈഡഡ് ദാറ്റ് ഫേറ്റ്? പറയും നിങ്ങൾ. ഇറ്റ് ഈസ് വി ഡിസൈഡഡ് ദ ഫേറ്റ്, ആണോ അല്ലയോ? നേരെ മറിച്ച് നമ്മുടെ മൈൻഡിനെ നമ്മൾ പോസിറ്റീവ് ആക്കി വെക്കുകയാണെങ്കിൽ ഈവൻ ഒരു നെഗറ്റീവ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് പുറത്ത് കിടക്കാൻ നമുക്കൊരു വഴി കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും രീതിയിൽ നമുക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഞാൻ റീസെൻ്റ്ലി ഒരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു, ഒരു പെൺകുട്ടിയുടെ ആർട്ടിക്കിൾ. അപ്പോൾ അവൾ ബാംഗ്ലൂരിൽ ഒരു സ്ഥലത്തേക്ക് പോവാണ്, ഓട്ടോയിലാണ് പോകുന്നത്, രാത്രി 12 മണിക്ക്. അപ്പോൾ ഈ ഓട്ടോക്കാരനോട് പറയാണ് നീ എന്നെ സ്ഥലത്ത് കൊണ്ടുവിടണം. ഇപ്പോൾ GPS വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഇവള് പോലീസിൽ അറിയിച്ചു ഞാനിങ്ങനെ ഓട്ടോയിൽ പോകുന്നുണ്ട്, കാരണം നവഡേയ്സ് ഇറ്റ് ഇസ് നോട്ട് സേഫ്. അപ്പോൾ ഇവൻ പറഞ്ഞു നിങ്ങളുടെ GPS പ്രകാരം പോകേണ്ട സ്ഥലം ഇറ്റ് ഇസ് വെരി ലോൺലി, ദർ ഇസ് നോ ലൈറ്റ്. ആർ യു റെഡി ടു ഗോ ത്രൂ ദാറ്റ്? ഈ ഷീ വാസ് സോ അപ്സെറ്റ്. ഏതാ വേണ്ടതെന്ന് പറഞ്ഞു. മാഡം യു ഡോണ്ട് ഹാവ് ടു വറി. ഈ മനുഷ്യൻ ഇവളെ കൊണ്ടുപോയി അതിലേക്ക് കൊണ്ടുപോയി, ഒരു ലൈറ്റും ഇല്ല, ഒരാളും ഇല്ല, സേഫ് ആയിട്ട് ഇവളുടെ വീട്ടിലെത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവളോട് പറഞ്ഞു, നോട്ട് ബിക്കോസ് ഓഫ് യു കോൾ ദ പോലീസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൈ കൾച്ചർ ഐ ഡിഡ് ഇറ്റ്. മനസ്സിലായില്ലേ? നീ പോലീസിനെ വിളിച്ചോണ്ടല്ല ഞാൻ ഇതിലെങ്ങനെ പോയത്, എനിക്ക് വേണമെങ്കിൽ നിന്നെയൊക്കെ സ്പോയിൽ ചെയ്യാൻ ഒരു പേടി, പക്ഷെ എൻ്റെ കൾച്ചർ എന്നെ അനുവദിക്കുന്നില്ല. നീ പറയൂ, ഫെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓരോരുത്തരും ചൂസ് ചെയ്യുന്നതാണിത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈവൺ ഒരു നെഗറ്റീവ് എൻവയറമെന്റിനെ പോലും ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് നമുക്ക് പ്രകൃതി ഒരു ഓപ്പർച്യൂണിറ്റി തരും, എങ്ങനെയെങ്കിലും അതൊന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് കാണാം, മഹാഭാരതത്തിൽ ഈ ഭീമസേനനും ദുര്യോധനും നമ്മൾ യുദ്ധമുണ്ട്. അതിൽ ദുര്യോധനന് തൊടയടിച്ചാലേ അയാളെ വീഴ്ത്താൻ പറ്റുള്ളൂ. ഭീമസേന അറിയില്ല അത്. ദ ഫേറ്റ് വാസ് അഗെയിൻസ്റ്റ് ഭീമസേന, എങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ കൃഷ്ണൻ എന്നൊരു ഫാക്ടർ, വെൻ ഹി വാസ് ഷോയിങ് ലൈക്ക് ദിസ്, ഭീമ കുഡ് അണ്ടർസ്റ്റുഡ് ദിസ് ഇസ് ദ വേ യു ക്യാൻ ഡിഫീറ്റ് ദുര്യോധന. സോ ദ മെസ്സേജ് വിൽ കം provided if your mind is positive. Even the wrong fate will become positive fate. And that decided by your own mind, never mind. Yeah, that's the true transformation. Like you connected examples from scriptures to everyday life, and that's how they can transform lives. Absolutely. Based on no scriptures. doubt. Beautiful, beautiful. Again, we are coming back to technology. Technology is a boon in so many ways, but it's been affecting a lot of kids, and as a result, parents. So do you have any advice to parents on how to handle this? Truly, yeah. See, the advanced technology means more problems. What is the problems? Because the mind has to cope up with this speed. And the mind will always get influenced by the entertainment. And it is so fascinating. And nowadays the children are not able to get out of that. Their mind is so soaked into that, so attached into that. Especially the video game and all kinds of things. And you know the speed of this game are much faster than earlier games. Nowadays the technology, when it goes, the motion, the speed also goes up. What happens when the mind goes in such a speed? Finally, they cannot make the mind calm and quiet. It affects their studies and all. So I request the parents, first you understand the psychology. When you allow your child to play more in the, all these gadgets, what happens? I will tell you, after some time, your child will become a psychic problematic person, because they cannot manage their mind. So what we need a mind by which we have to improve ourselves. So everyone should learn to make the mind calm and quiet. To make the mind calm and quiet, we have to divert our attention into the music and all other activities which help us to make ourselves calm and quiet. So I insist the parents, take the children to some kinds of sports items. Put them into the yoga class, because we need the yoga now. The yoga helps the mind to calm and quiet, relaxed. Put them into the music. Put them into some other classes, especially the swimming, like that. So when the children goes into that, their mind will slowly get down. Then they can understand something else. Then you can see nowadays, because of these gadgets,
കുറേ കുട്ടികൾ മെൻ്റലി ഓവർ എക്സൈറ്റഡ് ആയിട്ട് ദേ ആർ സോ ഹൈപ്പർ ആക്റ്റീവ്. And because of their hyperactiveness, they destroy the things. Sometimes they attack the parents. So many mothers are now in a difficult situation. They cannot handle the children. They ചില സമയത്ത് കടിക്കും, മാന്തും, പലതരത്തിലുള്ള they become so violent. That means it shows that children are becoming mentally a big problem. അതുകൊണ്ട് പാരൻസ് ഇത്തിരി അലേർട്ടാവും. ആദ്യം കുട്ടികളല്ല കുറ്റം പറയേണ്ടത്, പാരൻസിനെയാണ് കുറ്റം പറയുന്നത്. കാരണം പാരൻസ് അറിയുന്നില്ല ഇതൊക്കെ സൈക്കിക് ഡിസോർഡർ ആണെന്നുള്ളത്. നാളെ ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആവാൻ പോകുന്ന കുട്ടിയാണത്. മനസ്സിലായില്ലേ? അത് കുട്ടിക്കറിയില്ല. കുട്ടിയെ സംബന്ധിച്ച് എക്സൈറ്റ്മെൻറ്റ്, കുട്ടിയെ സംബന്ധിച്ച് എൻ്റർടൈൻമെൻറ്റ്. But he never realized how the mind is going so fastly. You know, it is like a roller coaster പോലെയാണ്. പെട്ടെന്ന് പോവുക, പെട്ടെന്ന് ഇറങ്ങുക. The mind get lost. You don't know where it is going. അപ്പോൾ അവിടെയാണ് പാരൻസിനാണ് ശരിക്കും ട്രെയിനിങ് കൊടുക്കേണ്ടത്. Because the child doesn't know what kind of mind he has got. The parent should understand when the child get lost on these things, they will lose the mind. Finally, it will become a problem for the parents. So what the parents has to do, they have to understand the present condition of the life and put them in different aspects, so that child slowly learn the art of relaxation. The more the mind is relaxed, the more the power of absorption. For their studies, they need a very peaceful, calm mind. Then only they can focus, then only they can concentrate. സ്വാമി, ലാസ്റ്റ്ലി 1.5 വർഷത്തോളം ഞങ്ങൾ ഈ ടൊറൻറ്റോയിൽ കുടികൊള്ളുന്നൊരു പ്രവാസി മലയാളികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയൊരു മലയാളം ചാനലാണ് ഈ മലയാളം മയൂരം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഞങ്ങൾ ഇവിടുത്തെ കമ്മ്യൂണിറ്റി പരിപാടികളും അതുപോലെ സംഗീത പരിപാടികളും കൂടുതൽ ചാരിറ്റി, അങ്ങനെ കുറേ പരിപാടികൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ് നമ്മുടെ മലയാളം മയൂരം വ്യൂവേഴ്സിന്, ഇത്ര നേരം വ്യൂവേഴ്സിന് തന്നെയാണ് സ്വാമി കൊടുത്ത മെസ്സേജ്, എന്നാലും മലയാളം മയൂരം വ്യൂവേഴ്സിന് വേണ്ടി പ്രത്യേകമായിട്ട്? മയൂരം എന്ന് പറഞ്ഞാൽ മയിൽപ്പീലി വിടർത്തിയിരിക്കുന്ന ഒരു മയിലായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സുന്ദരന്മാർ സുന്ദരികളായി തീരാനാണ് നമ്മൾ ഇവിടെ വന്നത്. അത് പാട്ടിൽ മാത്രം പോരാ, സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്ന തിരുവോണെന്ന്. നമ്മളൊക്കെ സുന്ദരന്മാർ സുന്ദരികളും ആവണം. അപ്പം അതിന് നമ്മൾ ഇത്തരം ചാനലുകൾ കാണുന്ന സമയത്ത് നമ്മുടെ കഴിവിനെ നമ്മൾ ഡിസ്കവർ ചെയ്യണം. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ നിങ്ങളുടെ എന്തെങ്കിലും കഴിവുകൾ ഡെവലപ്പ് ചെയ്ത് ഈ മയൂരം ഈ മലയാളം മയൂരം പരിപാടികളിലേക്ക് വരും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യും. അപ്പം ഇതൊരു സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഹോംലി എൻ്റർടൈൻമെൻറ്റ് ഇതായി മാറട്ടെ. നമ്മളത് ആരോ നമുക്ക് വേണ്ടിയിട്ടൊരു ചാനൽ നടത്തുന്നു എന്നതിന് പകരം നമ്മളെല്ലാവരും കൂടെ ചേർന്നൊരു ചാനലിൽ ഇൻവോൾവ് ആവുന്നതായി മാറട്ടെ. അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവുകളെ ഡിസ്കവർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക. അപ്പം നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പാട്ടുകളുണ്ടല്ലോ, ന്യൂ ജനറേഷൻ പാട്ടുകൾ, തുടക്കം വാങ്ങലും പിന്നെ കല്യാണം ഡുണ്ടുണ്ടാണ് എന്ന് പറഞ്ഞ പോലെ, then we can celebrate our life. We are here for celebrating the life, not to cry, not to get depressed. വീട്ടിലിരുന്ന് കരഞ്ഞ് സമാധാനം കളയാനല്ല. എൻജോയ് യുവർ ലൈഫ് ആൻഡ് എൻജോയ് ഇൻ ദ വേ ലെറ്റ് എവ്രി വൺ എൻജോയ് അലോങ് വിത്ത് മീ, ലെറ്റ് ദ ഹോൾ വേൾഡ് എൻജോയ് വിത്ത് മീ. അതിന് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യിക്കണം. നിങ്ങൾക്കും പാടാനുള്ള കഴിവുണ്ടായിരിക്കാം, നിങ്ങൾക്കും ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടായിരിക്കും, നിങ്ങൾക്കും കഥ പറയാനുള്ള കഴിവുണ്ടായിരിക്കാം, നിങ്ങൾക്കും എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കാം. പ്ലീസ് കം, ഇതിലേക്ക് പങ്കാളികളായി മാറും. നിങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അതെനിക്ക് പറയാനുള്ളത്. ഇതേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് തന്നെ നമുക്ക് ഈ സ്വാമിയുടെ ഈ പോസിറ്റീവായിട്ടുള്ള ഇത് എല്ലാവരും തന്നെ വീക്ഷിക്കും, പ്രാവർത്തികമാക്കും എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെ ഈ മലയാളത്തിൻ്റെ ഈ സ്വാമിയുമായിട്ടുള്ള ഈ അഭിമുഖ സംഭാഷണം സന്തോഷം. നമസ്കാരം. കാണാൻ സാധിച്ചതിലും പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം. ഈ മലയാള മയൂരം എന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. നമസ്കാരം.